നോട്ടും പേനയും എടുത്ത് നിങ്ങളുടെ 10 ആഗ്രഹങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, ആ 10 ആഗ്രഹങ്ങൾ 10 കിട്ടണം നിങ്ങൾക്ക്, 10 കിട്ടിക്കണം നിങ്ങൾ. ഓക്കെ, ആ 10 ആഗ്രഹങ്ങൾ പ്ലേ ചെയ്ത് കോർ ഒന്നും കൂടെ പറയാൻ പറ്റും. കോർ ഒന്നുമില്ല, കോറിന്റെ ടൈപ്പ് ചെയ്ത് എനിക്ക് വാട്സാപ്പിൽ അയക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പുതിയ ഗ്രൂപ്പിന്റെ ലിങ്ക് വരും. ഇനി ഈ 1000 സംതിങ് ആൾക്കാരുടെ ഗ്രൂപ്പിൽ നമ്മൾ ലിങ്ക് ഇടുന്നില്ല. കുറെ ആൾക്കാർ കാഴ്ചക്കാരായിട്ട് അതിൽ കുറച്ച് ആൾക്കാർ മാത്രം കയറുക എന്നുള്ളത്. അപ്പോൾ 2-3 ദിവസം തുടർച്ചയായിട്ട് മീറ്റിൽ പങ്കെടുക്കുന്നവർക്ക് നമ്മൾ ഇത് പറഞ്ഞുതരും, ഈ ഒരു കോർ എന്നുള്ള പരിപാടി. അത് നമുക്ക് പേഴ്സണലായിട്ട് അയക്കുന്നവർക്ക് നമ്മൾ പുതിയ ഗ്രൂപ്പിന്റെ ലിങ്ക് വരും, അതിലായിരിക്കും ഇനി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഫ്രീ ക്ലാസ്സുകളും മെഡിറ്റേഷനും തരുന്നത് നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഓക്കെ, എഴുതി. പേഴ്സണൽ വാട്സ്ആപ്പ് ഡീറ്റെയിൽ ഒന്ന് പറയാമോ? ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇടുന്നില്ലേ, ആ നമ്പറിലേക്ക് പേഴ്സണലായിട്ട് അയച്ചാൽ മതി. ഗ്രൂപ്പിൽ കയറാൻ മാത്രം പേഴ്സണൽ മെസ്സേജ് അയക്കുക, ബാക്കിയുള്ള മെസ്സേജുകൾ കാണണമെന്നില്ല. ഓക്കെ, നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സാധനം സെറ്റ് ചെയ്യാനുണ്ട്, പ്രജുഡീസ് മൈൻഡ്. എന്തും പഠിക്കുന്നതിന് കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉദാഹരണയോട് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ ബിലീഫ് സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കോൺഷ്യസും സബ് കോൺഷ്യസും തമ്മിലുള്ള വ്യത്യാസം ഓൾറെഡി പറഞ്ഞു തന്നു. പക്ഷേ ഈ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ, ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ കയറിയ സാധനങ്ങൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ട്രൈ ചെയ്താൽ മാറ്റാൻ പറ്റില്ല. കോൺഷ്യസ് ആയിട്ട് ട്രൈ ചെയ്താൽ മാറ്റാൻ പറ്റില്ല. സബ് കോൺഷ്യസിൽ നമ്മൾ ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാലേ നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള പെരുമാറ്റങ്ങളിൽ മാറ്റം ഉണ്ടാകും. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്രജുഡീസ് മൈൻഡ് ഇല്ലാതെ, എനിക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല, പഠിച്ച കാര്യങ്ങൾ അൺലേൺ ചെയ്യാം. ആദ്യം പഠിച്ച കാര്യങ്ങൾ അൺലേൺ ചെയ്യാം എന്ന് വെച്ച് നിങ്ങളൊന്നും മറന്നു പോകുന്നില്ല. പക്ഷെ ഇയാൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പുതിയതാണ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്, ഈ മീറ്റിലുള്ള ഒരാളെ കാണിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ എന്താ നല്ല സുഹൃത്തുക്കളാണ് എല്ലാവരും, അവരോട് ഞാനിപ്പോ ഗ്രൂപ്പിലുള്ള ഒരാളെ കാണിച്ചിട്ട് പറയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാൾക്ക് പ്രശ്നമുണ്ട്, ആൾക്കാരൊക്കെ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആളാണ് എന്ന് സ്ഥിരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്ന പലരും ആ രീതിയിൽ അയാളെ കണ്ടു തുടങ്ങും. ആ രീതിയിലുള്ള സാധനം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കയറി തുടങ്ങും, അല്ലേ? കയറി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അയാളോട് കോൺഷ്യസ്ലി അല്ലെങ്കിൽ പോലും ബിഹേവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബാധിക്കുന്നുണ്ടാവും. ശരിയല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബാധിക്കുന്നുണ്ടാവും. അയാളെ കുറച്ചൊരു ഇങ്ങനെ നോക്കുക. അതേപോലെ ഇന്നലെ ആരെങ്കിലും കൂറ അടിച്ചാരെങ്കിലും മരിച്ചിട്ടുണ്ടോ? കൂറ, പാറ്റ, അടുക്കള ബാത്റൂമിൽ ഓടി കളിക്കുന്ന കൂറ എന്ന് പറയുന്ന സാധനം, എന്താ നിങ്ങൾ പറയാ, പാറ്റ. അത് കഴിച്ചിട്ട് ആരെങ്കിലും ഇതുവരെ മരിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? അതിനേക്കാൾ വിഷമമുള്ള പല സാധനങ്ങളും നമ്മളുടെ കൂടെ ഉണ്ട്, അല്ലെ? എങ്കിൽ പോലും കൂറയെ പലർക്കും പേടിയാണ്, കാണുമ്പോൾ അതിനെ നിലവിളിക്കും. എന്താ കാരണം? നമ്മൾ പണ്ട് മുതലേ പഠിച്ച, കേട്ട് ശീലിച്ച, നമ്മുടെ സബ് കോൺഷ്യസിൽ ഫീഡായിട്ടുള്ള ഒരു സാധനമാണ് ഈ കൂറ. കണ്ടാൽ പച്ച കളിക്കണം, ഇത് പേടിപ്പിക്കുന്നതാണ് എന്നുള്ള സാധനം. നമ്മൾ ആരെങ്കിലും അറിഞ്ഞു കയറ്റിയതാണോ ഇത് തലച്ചോറിനടുത്ത്? അല്ല. പക്ഷെ കുറെ പേരുള്ളവര് പലരും അറിയാതെ ആ സാധനം അവരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിനുള്ള റിയാക്ഷൻ അവരിടുന്നുണ്ട്, അല്ലെ? കുറെ കാണുന്ന സമയത്ത് എടുത്തുണ്ട്. ഇതുപോലെ അൺനെസസറി ആയിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ തലച്ചോറിനകത്തേക്ക് കയറിയിട്ടില്ലേ? അതിനുള്ള റിയാക്ഷൻസ് അല്ലേ നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. നമ്മൾ പലരും പറയാറുണ്ട്, യെസ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്നു. ബിക്കോസ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് കോൺഷ്യസ്ലി ആണ്. കോൺഷ്യസ്ലി ട്രൈ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഐസ്ബർഗിനെ കുറിച്ച് പറഞ്ഞ പോലെ 10% മാത്രമേ മുകളിൽ ഉണ്ടാവും, ബാക്കി 90% അടിയിലാണ് ആ ഉറച്ച പാറ. അതുപോലെ തന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ 10% മാത്രം മുകളിൽ ഇങ്ങനെ കാണുന്നുള്ളൂ, ബാക്കി 90% അടിയിലാണ്. ആ അടിയിൽ റിക്വയർമെന്റ് നടത്തുന്ന സമയത്ത് മാത്രമാണ് മുകളിലുള്ള റിഫ്ലക്ഷനിൽ മാറ്റം ഉണ്ടാവാം, മുകളിലുള്ള പ്രവൃത്തികളിൽ മാറ്റം ഉണ്ടാവാം, മുകളിലുള്ള ആക്ഷൻസിൽ മാറ്റം ഉണ്ടാവാം. ആക്ഷൻസിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്തെ റിസൾട്ടിൽ മാറ്റം ഉണ്ടാവും. ഞാൻ പ്രശാന്തിനെ കാണുമ്പോൾ ഒരൊറ്റൊന്ന് മുഖാണെങ്കിൽ കൊടുക്കുകയാണ്, എന്തായിരിക്കും റിസൾട്ട്? എന്റെ ആക്ഷൻ പ്രശാന്തിനെ അടിച്ചു എന്നുള്ളതാണ്, എന്റെ റിസൾട്ട് പ്രശാന്തിനെ തിരിച്ചു തന്നു, എന്റെ കാരണം പൊളിഞ്ഞു എന്നുള്ളതാണ്. നേരെ മറിച്ച് ഞാൻ പ്രശാന്തിനെ കാണുമ്പോൾ ഒരു പുഞ്ചിരി കൊടുക്കുകയാണ്, നല്ല രീതിയിൽ ഒരു പുഞ്ചിരി, ഒരുപാട് ഒരു കെട്ടിപ്പിടിക്കലൊക്കെ കൊടുക്കുകയാണ്. പ്രശാന്തിനെ മാത്രം അതേ കെട്ടിപ്പിടിക്കാവും, പ്രശാന്തിനെ പോയിട്ട് കെട്ടിപ്പിടിക്കാൻ പാടില്ല. അപ്പൊ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് കിട്ടുന്ന റിസൾട്ട് സ്നേഹമായിരിക്കും, എനിക്ക് കിട്ടുന്നത് ഒരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ്, ഒരു സഹകരണം, അതൊക്കെ ആയിരിക്കും. ഞാൻ എന്ത് ആക്ഷനാണോ കൊടുക്കുന്നത് അതിനുള്ള റിസൾട്ട് അല്ലേ എനിക്ക് കിട്ടുക. ഈ ആക്ഷൻ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പലപ്പോഴും ട്രെയിൻ ചെയ്തിട്ടും ശ്രമിച്ചിട്ടും ഒന്നും നിങ്ങളെ കൊണ്ട് പറ്റാതെ എന്തുകൊണ്ടാണ്?
നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുന്നുണ്ടാ? രാവിലെ എണീക്കണം 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 എന്ന സാധനം നിങ്ങൾ കോൺഷ്യസ്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എടുക്കും. നിരന്തരമായിട്ട് കോൺഷ്യസ്ലി ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വികാരം മാറി 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 പതുക്കെ മില്ലി 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 മാറി വരുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കുറെ വർഷങ്ങളൊന്നുമില്ലാതെ ജീവിതത്തിൽ ഡേ ബൈ ഡേ പ്രോഗ്രസ് കണ്ടുകൊണ്ടിരിക്കുന്ന, പ്രോഗ്രസ് കാണാൻ പറ്റുന്ന, ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്ന, റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ റീപ്രോഗ്രാമിംഗ്. അതിന് ഫീഡായി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റണം. എങ്ങനെയാണ്? ഒരു പൈസയും ഇല്ലാതെ നഷ്ടപ്പെട്ട് നടുറോട്ട് നിൽക്കുന്നവർ വീണ്ടും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പ്രസ്ഥാനം എടുത്തു വരുന്നത്. ഒരിക്കൽ രക്ഷപ്പെട്ടത് ചിലപ്പോ അയാൾ ചക്കയിട്ടപ്പോ മുയൽ ചത്തു എന്ന് പറയുന്ന പോലെയാണെന്ന് വേണേൽ പറയാം. ബിസിനസ് ക്ലിക്കായി. ഈ മഴക്കാലത്ത് മറ്റേ ഓഫീസിന്റെ മുട്ടായി വിട്ടില്ലേ കുറെ കളർഫുൾ നോട്ടുകൾ, ആ നോട്ടുകൾ വിട്ട് നന്നായിട്ട് ക്ലിക്കായില്ലേ? അത് കളിയുണ്ട്, അതോടൊപ്പം തന്നെ ആ ഒരു ഫ്രണ്ട്സ് ബിസിനസ് ആയി, അങ്ങനെയാണെന്ന് വേണേൽ പറയാം. പക്ഷെ ഇത് അയാളുടെ ഇന്നർ മൈൻഡ് തുറന്നുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്ന് വിചാരിക്കാം. അതിൽ കാണുന്ന ബിസിനസ്, അതിൽ കാണുന്ന അയാൾക്ക് കിട്ടുന്ന എന്താ പറയാ ക്ലാരിറ്റികൾ, ആ ക്ലാരിറ്റി ചെയ്ത ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ബിസിനസ് കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ഒന്ന് തുടങ്ങാനുള്ള കഴിവുണ്ടാവും. നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് മറ്റൊരാൾ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവരെന്നെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്നെ സന്തോഷിപ്പിക്കണം, മറ്റൊരു സിസ്റ്റം എന്നെ സന്തോഷിപ്പിക്കണം എന്ന നിലയിൽ നമ്മൾ പോകുമ്പോഴാണ് ആ സിസ്റ്റമോ ആ ആളോ ആ കാര്യമോ നമ്മളിൽ നിന്ന് നടന്നു പോകുന്ന സമയത്ത് നമ്മളെ വിഷമിക്കുന്നത്, നമ്മളെ നിലനിൽപ്പില്ലാതായി പോകുന്നത്. നേരെ മറിച്ച് ഈ സന്തോഷവും ഈ തീരുമാനവും ഈ കാര്യങ്ങളും ഒക്കെ വരുന്നത് എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ്, എന്റെ ബ്രെയിനിന്റെ, എന്റെ സബ് കോൺഷ്യസ് മൈൻഡിലെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് എന്റെ ആക്ഷൻസ് വരുന്നത്. എന്റെ ആക്ഷൻസിന് റിസൾട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഞാനൊരു സബ് കോൺഷ്യസ് മൈൻഡിനെ ക്ലിയർ ആക്കിക്കൊണ്ടിരുന്നാൽ മതി. പിന്നെ ഒരാളും വേണ്ട എനിക്ക് സ്വന്തമായിട്ട് സന്തോഷിക്കാനും, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും, സ്വന്തമായിട്ട് പല കാര്യങ്ങളുടെ ഡിസിഷൻ എടുക്കാനും, മറ്റൊരു തന്നെ പെരുമാറ്റത്തിൽ ഡിപ്പെൻഡന്റ് ആവാതെ എന്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും എന്നുള്ള നില നമുക്ക് ഉണ്ടാവും. അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എന്തൊക്കെ ടൂളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ടൂൾസിലേക്ക് നമ്മൾ പോകും. അപ്പൊ ആ ടൂൾസ് പഠിക്കുന്നതിന് ഒരു സാധനമുണ്ട്. എന്താണ്? ഞാനിപ്പോ പറഞ്ഞ സാധനം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഞാനിപ്പോ പറഞ്ഞ സാധനം എന്താണെന്ന് ടൈപ്പ് ചെയ്തേ. എല്ലാവരും ടൈപ്പ് ചെയ്തേ. ടൂൾസ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്ത കാര്യം. ടൂൾസ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരാളെങ്കിലും ടൈപ്പ് ചെയ്യും. ഞാൻ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കാൻ നമുക്കറിയാവോ? നമുക്കറിയില്ല, നമുക്കൊന്നും പറ്റില്ല. ഇതെങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിപ്പിക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ട്രൈ ചെയ്യാനേ പറ്റുള്ളൂ. അതല്ല, അതിനു മുമ്പ് ഇവിടെ പഠിക്കാനിരിക്കുന്നവർ ഏത് രീതിയിൽ ഇരിക്കണം? മൈൻഡ് എംപ്റ്റി, കൺസിസ്റ്റന്റ് ആയിട്ട്. മൈൻഡ് എംപ്റ്റി ആയിട്ടല്ല, പ്രജുഡിയസ് മൈൻഡ് ഇല്ലാതെ. ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതിന് നിങ്ങൾ വേറെ മുഖത്തോടെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല മഹാത്മാഗാന്ധിയെ നിങ്ങൾ കാണുന്നത്, ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല നരേന്ദ്രമോദിയെ നിങ്ങൾ കാണുന്നത്. ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ പേഴ്സണെയും, ഓരോ കാര്യത്തെയും, ഓരോ സംഭവത്തെയും കാണുക. ഈ കണ്ട സാധനം നമ്മൾ അൺലേൺ ചെയ്യണം. അൺലേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേൺ എന്ന് വെച്ചാൽ പഠിക്കുക, അൺലേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചത് തിരുത്തുക. തൽക്കാലം നമ്മളത് മറക്കുക. നമ്മൾ ഫ്രഷ് മൈൻഡോടെ പോയിട്ട് ആരുടെ എത്തുന്നും എന്തും കാര്യങ്ങളും നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രജൂഡിയസ് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നും മൈൻഡിനെ അൺലേൺ ചെയ്യാം. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ആവാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പ്രോസസ് ചെയ്യും. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ കയറണം. ചിലർ കയറ്റിയ പോലുമില്ല, വരുമ്പോ തരം കണ്ടിക്കോ ഇതൊന്നല്ല, ഇവൻ പറഞ്ഞതൊക്കെ തെറ്റാ, അങ്ങനൊന്നല്ല, മൈൻഡൊന്നുമില്ല, മൈൻഡിന് വർക്കൊന്നുമില്ല, അങ്ങനത്തെ രീതിയിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പ്രോത്സാഹനം എടുക്കില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ കയറാൻ വേണ്ടി അനുവദിച്ചാൽ മതി. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വർക്ക് അവിടെ നടന്നോളൂ, നിങ്ങളുടെ ചിന്തകളിൽ നടന്നോളൂ, ആ ഒരു കണക്ഷനിൽ നടന്നോളൂ. പക്ഷെ കയറാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഇരിക്കേണ്ടത് ഒരു കൊച്ചുകുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയാണ്.
മുൻവിധി ഇല്ലാതെ. അതെ, ഒരു കൊച്ചുകുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിൽ 4-ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സാധനങ്ങൾ ഇപ്പൊ പഠിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ കയറിയില്ല. അത്രത്തോളം ഡിഫിക്കൽട്ടായുള്ള സാധനങ്ങളാണ് അതൊക്കെ. ABCDEFGHIJKLMNOPQRSTUVWXYZ QXYZ ഈ സാധനമൊക്കെ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10 അക്കമുള്ള നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ച 1, 2, 3 എന്നുള്ള സാധനം, അതുപോലെ 10 അക്കമുള്ള മൊബൈൽ നമ്പർ ഓർത്ത് വെക്കാൻ നമുക്ക് ഇത്ര പ്രയാസമാണ് ഇപ്പോ ഈ സമയത്ത്. പക്ഷെ നമ്മൾ ബുദ്ധിയില്ല എന്ന് വിലയിരുത്തുന്ന നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ തലച്ചോറിൽ കയറിയിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാ? ABCDEFGHIJKLMNOPQRSTUVXYZ ആ സാധനം ഇപ്പൊ പോലും തെറ്റിപ്പോന്നു. ആ സാധനം നമ്മുടെ തലച്ചോറിൽ കയറി അത്രയും ചെറുപ്പത്തില്. നമ്മൾ ചെറുപ്പത്തിൽ ആ ഒരു രീതിയിൽ ഇരിക്കുന്നത് കൊണ്ടും സബ് കോൺഷ്യസ് മൈൻഡ് ക്ലീൻ ആയതുകൊണ്ടും മുൻവിധി ഇല്ലാത്തത് കൊണ്ടും അതിലേക്ക് കയറുന്നു കാര്യങ്ങളെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ഇരിക്കുക, ഇരുന്ന് തരിക, ഈ ടൂൾസ് പരിചയപ്പെടുത്താൻ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ആദ്യമായി അപേക്ഷിക്കുന്നത്. അതിന് പല ഗുണങ്ങളുണ്ട്. നമുക്ക് ഈഗോലെസ് ആവാം. ഒരു കുട്ടിയുടെ മനസ്സോടെ മെന്റലിസ്റ്റ് ആദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കുട്ടികൾ കളിക്കുന്ന പോലെ, പൊട്ടും കുട്ടികൾ കളിക്കൂലേ, അതുപോലെ കളിക്കാം. അയാളുടെ ബിഹേവിയർ ചില സ്ഥലത്തൊക്കെ പോയാൽ കുണുകുന്നൊക്കെ കാണാം, കൊഞ്ചുന്നൊക്കെ കാണാം. കുട്ടിയെ പോലെ ബിഹേവിയർ. കാരണം ആദ്യം മനസ്സിന്റെ പല തലങ്ങളും പഠിച്ചിട്ടുണ്ട്. മെന്റലിസം എന്ന് പറയുന്നത് മാജിക് ആണെങ്കിൽ പോലും മെന്റലിസ്റ്റ് ആദി എന്ന് പറയുന്ന ആള് മനസ്സിന്റെ പല തലങ്ങളും ബിഹേവിയർ അതുപോലെ പല കാര്യങ്ങളും പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് അറിയാം ഏത് രീതിയിൽ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ ഗ്രാബ് ചെയ്യാം. സന്തോഷത്തോടെ ഇരിക്കുകയല്ല. ഹാപ്പിനെസ് ആണോ നമുക്ക് വേണ്ടത്? ഹാപ്പിനെസ് ആണോ നമുക്ക് വേണ്ടത്? അല്ല, നമുക്ക് ഹാപ്പിനെസ് അല്ല വേണ്ടത്. എന്താണ്? നമുക്ക് ജോയ് ആണ് വേണ്ടത്, ആനന്ദമാണ് വേണ്ടത്. മറ്റൊരാളും ഡിപ്പെൻഡന്റ് ആയിട്ട് എപ്പോഴെങ്കിലും കിട്ടുന്ന ഹാപ്പിനെസ് അല്ല നമുക്ക് വേണ്ടത്. എപ്പോഴും ആനന്ദകരമായി ഉള്ളിൽ അലയടിക്കുന്ന ആ ഒരു അവസ്ഥയാണ് വേണ്ടത്. വെറുതെ കഷ്ടപ്പെട്ട് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് കാര്യമില്ല. നമ്മളുടെ ദിവസം ചുരുങ്ങുകയാണ് അവിടെ, നമ്മളുടെ സമയം ചുരുങ്ങുകയാണ് അവിടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ എനർജി നഷ്ടപ്പെടുകയാണ് അവിടെ എന്നുള്ള മനോഭാവമായിരിക്കും നമുക്ക് ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുക. പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത്, ബിസിനസ്സോ അല്ലെങ്കിൽ എന്ത് കാര്യം വെച്ച് പ്രശ്നങ്ങൾ വരുന്നു, വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നു. ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ 10 ആണെങ്കിൽ നാളെ 20 ചെയ്യുന്ന സമയത്ത് 20ന്റെ പ്രശ്നങ്ങൾ എങ്ങനെ വരും? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ പ്രശ്നങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും എന്റെ മനസ്സിൽ അത് എടുക്കുന്ന മൈൻഡ് സെറ്റ്, ആ രീതിയാണ് ഞാൻ മാറ്റേണ്ടത്. എന്റെ മനസ്സ്, പ്രശ്നം എല്ലാവർക്കും ഉണ്ട്, പ്രശ്നം കിട്ടാത്തൊരു മനുഷ്യരില്ല. പക്ഷെ എനിക്ക് കിട്ടുന്ന പോലെ ആയിരിക്കില്ല ഇവിടെ റഫീഖിന് പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അയാളെ ചെയ്യാം, ഇവിടെ റൈഹാനിക്ക് ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കില്ല ഞാൻ എക്സ്പ്രസ് ചെയ്യാം, ഞാൻ അത് സ്വീകരിക്കാം. ഓരോരുത്തരും വ്യത്യസ്തമായ രീതികളുണ്ട് സ്വീകരിക്കുന്നതിന്. ഓരോരുത്തരുടെയും മനസ്സ് എത്രത്തോളം വിശാലമാണെന്നതിനാണ്. ഒരു കഥ പറയട്ടെ. ഒരിക്കലും ഒരാൾ തൂങ്ങി മരിക്കാൻ നോക്കുകയാണ്. തൂങ്ങി മരിക്കാൻ നോക്കുമ്പോൾ ജനലിലും കൂടി വെറുതെ നോക്കിയപ്പോ ഒരു ആൽമരത്തിൽ ഒരു സന്യാസിക്ക് ചുറ്റിനും കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇയാളെ ഏതാ സന്യാസി, കുറച്ച് അയാളുടെ അടുത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയാലോ എന്നുള്ള രീതിയിൽ ജസ്റ്റ് തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പോയിട്ട് പറയാന്ന് സന്യാസിനോട്, ഞാൻ തൂങ്ങി മരിക്കാൻ പോവാണ് സന്യാസി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, പോയിട്ട് പെട്ടെന്ന് മരിക്കുന്നു സന്യാസി. ഇയാൾ വിചാരിച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് ഉണ്ടാകുന്നത്, എന്റെ വേർഷനാണ് ഞാൻ പറയുന്നത്. താൽക്കാലികമായിട്ട് ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അടിസ്ഥാനമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. ഇവിടെ ചോദിച്ചാണ് ഹാപ്പിനെസ്സും ആനന്ദവും തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. നിങ്ങൾ മനസ്സിന്റെ ഒരു പ്രത്യേക തലത്തിൽ പോയിട്ട് ആനന്ദം അനുഭവിക്കുന്നില്ലേ? സ്ട്രെസ് ഇല്ലാതെ ഒരു പ്രത്യേക രീതിയിൽ ഇതിൽ തുടരണ്ടായിരുന്നു എന്നുള്ള ഒരു ആനന്ദം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? പീസ്. ഓക്കെ, പീസ്. അതാണ് ആനന്ദം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുട്ടായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടായി. എന്തൊക്കെയൊക്കെ വരുന്ന സമയത്ത് ഹാപ്പിനെസ് ഉണ്ടാവുന്നു, അതാണ്. അപ്പൊ ഫോക്കസ് മാറ്റില്ല, ഞാൻ കഥയിലേക്ക് പോട്ടെ. അപ്പൊ ആ സ്വാമിജിയോട് അയാൾ പോയി ചോദിച്ചു, എനിക്ക് ഞാൻ മരിക്കാൻ പോകണം, എന്തെങ്കിലും പറയാൻ. ഒന്നും പറയാൻ, ഇജ്ജ് പോയി മരിച്ചോ എന്ന് സ്വാമിജി പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അങ്ങനെ പറയല്ല, ഞാൻ മരിക്കാന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയുമ്പോൾ സ്വാമിജി അല്ല, ആത്മഹത്യയിലൊക്കെ കാലുമ്പോ എനിക്ക് കുത്തിരിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിജി പറഞ്ഞു, എന്തിനാണ് നീ മരിക്കുന്നത്? എനിക്ക് ജീവിതം മൊത്തം പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിജി ഒരു ഗ്ലാസ് എടുത്തു, അതിൽ വെള്ളത്തിൽ എന്തോ ഒരു സാധനം കലക്കിയിട്ട് കൊടുത്തു. കുടിച്ചോ എന്ന് പറഞ്ഞു. ഇയാളുടെ വീട്ടിൽ ഞാൻ ഓൾറെഡി മരിക്കാൻ പോവുകയാണ്, എന്നാലും സ്വാമിജി എന്ന സാധനം പിടിച്ച് മരിക്കുന്ന പറഞ്ഞാൽ സ്റ്റാൻഡേർഡിനെ ബാധിക്കൂലേ? പൊട്ടനായിട്ട് മരിക്കുന്ന പറഞ്ഞാൽ തൂങ്ങിയിട്ട് സ്റ്റാൻഡേർഡിൽ അവിടെ വെച്ചാൽ പോലെ, ഇവിടെ വന്ന് സ്വാമിജി എന്ന വിഷമിച്ച് മരിക്കണോ എന്നൊക്കെ പോയി. അപ്പൊ സ്വാമിജി ഒരു ധൈര്യമായിട്ട് കുടിക്കും, എന്തായാലും മരിക്കാൻ നീ പറ്റല്ലേ, നീ ധൈര്യമായിട്ട് കുടിക്കുന്ന പറയാൻ അയാൾ മെല്ലെ കുടിച്ചു നോക്കിയപ്പോ തന്നെ ഭയങ്കര കയ്പ്, ഭയങ്കര ഉപ്പ്. എന്തായാലും കാര്യം അതിലിട്ടത് മൊത്തം ഉപ്പായിരുന്നു, ഒരു പിടി ഉപ്പായിരുന്നു അതിലിട്ടത്.
അത് കുടിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഗ്ലാസ് ആകുന്ന ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ടപ്പോ അങ്ങേക്ക് കുടിക്കാൻ പറ്റുന്നില്ല. ഇതെന്ത് ചെയ്തു? നേരെ അയാളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു വലിയൊരു എന്താ പറയാ ശുദ്ധ ജല തടാകത്തിൽ പോയി. അവിടെ പോയിട്ട് ആ അതേ ഉപ്പ് ഡബിൾ ആക്കിയിട്ടിട്ടു. അതേ ഉപ്പ് ഡബിൾ ആക്കി 2 കുടിയായിട്ടിട്ടു. കുറച്ച് സ്ലോ ആക്കൂ സംസാരം. സ്ലോ ആക്കണം. ആക്കണം എന്നുള്ളവർ യെസ് പറയാം, ആക്കണ്ടാത്തവര് കീപ് എന്ന് പറയാം. നാച്ചുറൽ ടൂണിലാണ് വരിക. ആക്കണം. ഓക്കെ, ആക്കാം. എന്റെ നാച്ചുറൽ ടൂൺ കുറച്ച് സ്പീഡാണ്, എല്ലാവരും പറയാറുണ്ട്. ഓക്കെ, ഈ 2 പിടി ഉപ്പ് തടാകത്തിൽ കൊണ്ടുപോയിട്ടു. ആദ്യമായിട്ടത് 1 പിടിയാണ്, കഴിച്ചിട്ട് കുടിക്കാൻ പറ്റിയില്ല. രണ്ടാമത് ഇട്ടത് 2 പിടി ഉപ്പാണ് തടാകത്തിൽ കൊണ്ടുപോയിട്ടത്. എന്റെ അയാളോട് പറഞ്ഞു, വെള്ളം കുടിച്ചു നോക്കൂ, എവിടെയെങ്കിലും ഒരു തരി ഉപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇല്ല, ഫീൽ ചെയ്തില്ല. അപ്പൊ സ്വാമിജി അയാളോട് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം? അവിടെ ഇട്ട ഉപ്പ് 1 പിടിയാണ്, ഇവിടെ ഇട്ട ഉപ്പ് 2 പിടിയാണ്. അതിനേക്കാൾ ഡബിൾ പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ ഇട്ടത്. എങ്കിൽ പോലും ഇവിടെ നിനക്കത് ഫീൽ ചെയ്യാത്തത് നീ സ്വീകരിക്കുന്ന ആ ഒരു പാത്രം വലുതായതുകൊണ്ടാണ്, വിശാലമായതുകൊണ്ടാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ. എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയധികം, എത്ര 50,000 സ്റ്റാഫിന് ജോലി കൊടുക്കുന്ന MA യൂസഫ് അലിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, മനസ്സ് വിശാലമായി എന്നതാണ്. മനസ്സ് വിശാലമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പടച്ചോന്മാർക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള കാര്യം അതാണ്. എന്റെ മനസ്സ് വിശാലമാക്കാൻ എന്റെ റബ്ബ് എന്നെ സഹായിച്ചു. എന്റെ മനസ്സ് വിശാലമാണ്. എന്റെ കൂട്ടുകാരനോട് ചോദിക്കും, അവർക്ക് 1000 2000 കൊടുക്കാനുള്ളപ്പോ പോലും ടെൻഷനാണ്, ഉള്ളിനുള്ളിൽ ടെൻഷനാണ്. എനിക്ക് 18ാം വയസ്സിൽ 4 ലക്ഷം രൂപ കടമായപ്പോ പോലും ടെൻഷനില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നേ ഉള്ളൂ. അതിന്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ മനസ്സ് വിശാലമാക്കി എന്നുള്ളതാണ്. മനസ്സെങ്ങനെ വിശാലമാക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അതിന് നമ്മൾ ഉള്ളിൽ പണിയെടുക്കണം. ഉള്ളിൽ എടുക്കുന്ന പണിയുടെ രീതികൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു തരും. ഇന്ന് എടുത്ത നോട്ട് നിങ്ങൾ എല്ലാ ദിവസവും കീപ്പ് ചെയ്യണം. ആ നോട്ടിൽ നിങ്ങൾക്ക് ഇനി ഓരോ ദിവസവും ഓരോ ടാസ്ക് തരും. ആ ടാസ്ക് എഴുതി കഴിഞ്ഞാൽ അവസാന ദിവസം നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും, ഇതൊക്കെ ആയിരുന്നു എന്റെ ലക്ഷ്യം, ഇത്രയും ചെറുതായിരുന്നു എന്റെ ആഗ്രഹം എന്നുള്ളത്. വലിയ വലിയ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തമാക്കാൻ ഞാൻ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നോട്ട് എടുക്കാത്തവര് നാളെ നോട്ട് എടുക്കും എന്ന തീരുമാനമെടുത്ത എത്ര പേരുണ്ട്? ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ പല രീതിയിൽ പലതും ചെയ്യുന്നുണ്ട്, തിരക്കുള്ളവരാണ് എനിക്കറിയാം. പക്ഷെ ആ തിരക്കുകളൊക്കെ മാനേജ് ചെയ്യാൻ, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹരിക്കപ്പെടാൻ, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു കുട്ടിയുടെ മനോഭാവത്തോടു കൂടി ഇവിടെ ഇരുന്ന് തന്നാൽ മാത്രം മതി. കുട്ടികളാവുമ്പോൾ ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വലുതായി 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴാണ് മടി തുടങ്ങിയത്, അല്ലേ? അപ്പൊ കുട്ടികളുടെ മനോഭാവത്തോടിരിക്കുക. ഇപ്പൊ ഞാൻ നിങ്ങളൊരു ഭയങ്കര കമ്പനിയാണ്, ഞാൻ നിങ്ങളെ കല്യാണം വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈഗോ ഉള്ള വലിയൊരാളാണെങ്കിൽ എന്നോട് എന്താ പറയാ? ഈ എന്നെ കല്യാണം വിളിച്ചില്ല, എന്നോടൊന്നും പറയണ്ട, ഇനി ഒരു വർത്താനില്ല. നേരെ മറിച്ച് നിങ്ങളുടെ കുട്ടികളുടെ മൈൻഡ്സെറ്റാണ്, നിങ്ങൾ എന്താ പറയാ? ഞാൻ എന്നെ കല്യാണം വിളിച്ചില്ല, ഞാൻ മിണ്ടൂല, അടുത്ത കല്യാണം നീ എന്നെ വിളിക്കണം. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റൂ. ഡിഫറൻസ് കണ്ടോ? കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഡിഫറൻസ്. ആദ്യത്തെ രീതിയിൽ നമ്മുടെ മനസ്സിൽ വിദ്വേഷം കയറി, ഈഗോ കയറി, ടെൻഷൻ കയറി, വെറുതെ അയാളെ കൊണ്ട് വെറുപ്പ് കയറി, മടുപ്പ് കയറി. പക്ഷെ രണ്ടാമത്തെ മൈൻഡ് സെറ്റിലോ ഒന്നുമില്ല, ചെറിയൊരു സംഭവം ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചെറിയൊരു സംഭവം കഴിഞ്ഞു, അത് ഞാൻ വിട്ടു പോയി. ആ രീതിയിൽ നമുക്ക് കാര്യങ്ങളെ കാണണ്ടേ? അപ്പോ ഉറച്ച തീരുമാനം എടുക്കുക, കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യും, കൃത്യമായി പറയുന്ന കാര്യങ്ങൾ അതേപോലെ പാലിക്കും. പാലിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിലേ നിങ്ങൾക്ക് അതിൽ പരാതിപ്പെടാൻ അവസരമുള്ളൂ, ദൈവത്തോട് പോലും പ്രപഞ്ചത്തോട് പോലും. പാലിക്കാതെ നിങ്ങൾ അതിൽ പരാതിപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളെ തന്നെയാണ് കുറ്റപ്പെടുന്നത്. നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നിട്ടും നമുക്ക് സാധിക്കുന്നില്ല എന്നാണെങ്കിൽ ശരി, ഇവിടെ എന്റെ മിസ്റ്റേക്ക് അല്ല എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അതിനുള്ള മാറ്റം ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നത്തിലല്ല നിങ്ങളുടെ ശരിയായ പ്രശ്നം, വരുന്ന നെഗറ്റീവ് സാഹചര്യങ്ങളിലല്ല നിങ്ങളുടെ പ്രശ്നം. അത് നിങ്ങൾ എടുക്കുന്ന മൈൻഡ് സെറ്റിലാണ്. ആ കൂറയുടെ കാര്യവും 1-2 എക്സാമ്പിൾസും പറഞ്ഞു തന്നപ്പോ നിങ്ങൾക്കത് ക്ലിയർ ആയില്ലേ?
ആയി. അപ്പോ ഇന്നത്തെ സമയം നമ്മളുടെ അതിക്രമിച്ചു കഴിഞ്ഞു. നിങ്ങളോട് നോട്ട് എടുക്കാൻ പറഞ്ഞത് ആ ആഗ്രഹങ്ങൾ മാത്രം എഴുതാനാണ്. ബാക്കിയുള്ള പോയിന്റുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, കുഴപ്പമില്ല. ബാക്കിയുള്ളതൊന്നും ഞാൻ എഴുതണം എന്ന് പറയുന്നില്ല. എഴുതി വെക്കാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രോസസ്സ് നടക്കും. നിങ്ങൾ കുട്ടിയുടെ മൈൻഡ്സെറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഉള്ളിൽ നടക്കും. ആ പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ട്രസ്റ്റ് ദ പ്രോസസ്. അതിനെ വിശ്വസിക്കുക. പൂർണ്ണമായിട്ടും വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവാം. മാറ്റങ്ങൾ സുനിശ്ചിതമാണ്, തീർച്ചയാണ്. താങ്ക് ഗോഡ്. താങ്ക് യു ഓൾ. താങ്ക് ഗോഡ്. താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ശരി. എല്ലാവരും പേഴ്സണലായിട്ട് കോർ എന്ന് മെസ്സേജ് ചെയ്യാം.